ജീവപര്യന്തം ശിക്ഷാവിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇരട്ട ജീവപര്യന്തം ശിക്ഷാ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നാണ് ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളത്. ചെന്താമരയ്ക്ക് ജീവപര്യന്തമാണ്. 2019 കേരളത്തെ ഞെട്ടിച്ച കോളിളക്കമുണ്ടാക്കിയ സജിത കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷാവിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2019 കൊലപാതക കേസ്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം തന്നെ ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ പ്രായമായ അമ്മ ലക്ഷ്മിയെയും അവിടെ നാട്ടിലെത്തിക്കൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇരട്ടക്കൊലപാതകമായിരുന്നു അന്ന് ചെന്താമര അവിടെ നടത്തിയത്. അതിൽ തുടർ നടപടികളൊക്കെ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് 2019 സജിത വധക്കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷാവിധി പറഞ്ഞിരിക്കുന്നത്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷാവിധി. നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ശിക്ഷാവിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ ഒരു ചെയ്തത് തെറ്റായിപ്പോയി എന്ന ഒരു തോന്നലും ചെന്താമരയുടെ മുഖത്ത് നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിലോ വിചാരണയുടെ ഘട്ടത്തിലോ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൂടോത്രത്തിലും അതുപോലെ തന്നെ ദുർമന്ത്രവാദത്തിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയും അതുപോലെ തന്നെ അയൽവാസികളായ പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമര ഉറച്ചു വിശ്വസിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വൈരാഗ്യം ഇവരോടുണ്ടാവുകയും 2019 ചെന്താമര സജിതയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു അവിടെ നെന്മാറയിലെത്തി ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന ഭീകരത, കൊടും ക്രൂരത കേരളം കണ്ടത്. അതിന് പിന്നാലെ തന്നെ അവിടെ നിന്ന് ഒളിവിൽ പോയ ചെന്താമരയെ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് തന്നെയായിരുന്നു അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തത്. എന്തായാലും മറ്റ് 2 കേസുകൾ കൂടി അവിടെയുണ്ട്. കൊലപാതക കേസുകൾ. അതിൽ ഇനിയും വിചാരണ നടന്ന് പൂർത്തിയായ ശേഷം ശിക്ഷാവിധി വരേണ്ടതുണ്ട്. ഇപ്പോൾ 2019 സജിത വധക്കേസിലാണ് കോടതി വിധി പറഞ്ഞത്. ചെന്താമരയെ തൂക്കിലേറ്റണം, വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു സജിതയുടെ 2 മക്കൾ, 2 പെൺകുട്ടികളാണ്. 2 മക്കളും ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ശക്തമായി തന്നെ കോടതിയിൽ വധശിക്ഷ നൽകണമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. നമുക്ക് പ്രോസിക്യൂഷന്റെ വാദം കൂടി ഒന്ന് നോക്കാം. ഇരട്ടക്കൊല, അതിന് പിന്നാലെ, അതായത് ഈ സജിത കൊലക്കേസിന് പിന്നാലെ തന്നെ ഇരട്ടക്കൊല നടത്തിയതുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ പരാമർശിക്കുന്നതടക്കം പ്രോസിക്യൂട്ടർ പരാമർശിക്കുകയടക്കം ചെയ്തിരുന്നു. പരോൾ പോലും അനുവദിക്കാതെ ശിക്ഷിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കാരണം പരോൾ അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെന്താമര നാട്ടിലെത്തി ലിസ്റ്റിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അത്രയധികം അപകടകാരിയാണ് ചെന്താമര എന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കാരണം പലപ്പോഴായി ചെന്താമര ഇത്തരത്തിലുള്ള ഭീഷണി പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ കൊലപ്പെടുത്തും, അയൽവാസികളിൽ ചിലരെയൊക്കെ കൊലപ്പെടുത്തും എന്ന തരത്തിലുള്ള ഭീഷണി ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പരോളൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ ജയിലിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അപകടമുണ്ടാക്കും, വീണ്ടും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കാനിടയുണ്ട് എന്നൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് ശിക്ഷയിൽ ഇളവ് വേണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. ഈ വർഷമുണ്ടായ, അതായത് ജനുവരിയിൽ ഉണ്ടായ ഇരട്ടക്കൊലപാതകം ഈ കേസുമായി കൂട്ടിക്കെട്ടരുത്, സമൂഹത്തെ ബാധിക്കുന്ന ഒരു കേസല്ല എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് പ്രതിഭാഗം വാദിക്കുകയും ചെയ്തിരുന്നു. ചെന്താമരയ്ക്ക് മുൻപ്, അതായത് 2019 ഈ സജിത വധക്കേസ് നടക്കുന്നതിന് മുൻപ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു തെളിവുമില്ലാത്ത കേസാണ് എന്നായിരുന്നു പ്രതിഭാഗം കോടതിയെ വാദിച്ചത്. എന്തായാലും പ്രോസിക്യൂഷന്റെ ആവശ്യം, വധശിക്ഷ നൽകണമെന്ന ആവശ്യം എന്തായാലും ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചിട്ടില്ല. ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണോ ചെന്താമരയ്ക്ക് കോടതി നൽകിയിട്ടുള്ളത്?
ദിവ്യ, സജിത വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിയായ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 302 അതായത് കൊലപാതകം എന്നുള്ള കേസിൽ ജീവപര്യന്തം, അതോടൊപ്പം തന്നെ അതിക്രമിച്ച് കയറുക എന്നുള്ള വകുപ്പിൽ ഈ ജീവപര്യന്തം, ഇങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം വരുന്നത്. മറ്റ് ഒരു വകുപ്പ് ഉണ്ടായിരുന്നത് തെളിവ് നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് 5 വർഷവും അങ്ങനെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് ഇനി ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരണം. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിൽ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 3.5 ലക്ഷത്തോളം രൂപയാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത്. ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന ഒരു നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. ഇതിന് കാരണം ഈ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഇതിലെ സാക്ഷികളായ ഈ മറ്റ് 2 പേരെ കൂടി ഈ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഈ കേസിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് ഇത് ഒരു ജീവപര്യന്തത്തിൽ ഒതുക്കരുത്, പകരം വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളതാണ്. കാരണം ഈ ഭാര്യ മറ്റൊരാളോടൊപ്പം പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ സജിതയാണ് എന്ന് പറഞ്ഞാണ് കൊലപ്പെടുത്തിയത്. പിന്നീട് സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊലപ്പെടുത്താൻ ക്രൂര കൃത്യമാണ് ചെയ്തത്. എന്നാൽ ചെന്താമരയുടെ അഭിഭാഷകൻ 2 കേസും ഒരുമിച്ച് ഈ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വിധി കേട്ട ശേഷം ഈ കോടതി വരാന്തയിൽ ചെന്താമര നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കേരളം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ സജിത കൊലക്കേസും അതിനുശേഷം ഉണ്ടായിരുന്ന മറ്റ് ഇരട്ട കൊലപാതകങ്ങളും. ഇപ്പോഴെന്തായാലും ഈ വിധി കേൾക്കാനായി ഈ ചെന്താമര കൊലപ്പെടുത്തിയ ഈ സുധാകരന്റെയും സജിതയുടെയും മക്കൾ, ഈ 2 മക്കളാണ് ഉള്ളത്. അവർ കോടതിയിൽ എത്തിയിട്ടുണ്ട്.